അവയർനെസ്സിന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കാൻ വേണ്ടി. എടുത്ത് ചാടുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് സമയം ഞാൻ എടുക്കുകയാണെന്ന് ആ മനസ്സിനോട് പറയണം നിങ്ങൾ. ഇത് പ്രാക്ടീസിലൂടെയാണ് കേട്ടോ ഇത്. നമ്മളിത് നീന്തൽ പഠിക്കുന്നത് പോലെയാണ്, ഇത് സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. ഇങ്ങനെ ചവിട്ടി 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 ഒരു ദിവസം ആദ്യം ഇങ്ങനെ സൈഡിൽ കൂടെ കാലിട്ട് ചവിട്ടി 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 ഒരു കാലോ ഇങ്ങനെ നിലത്ത് കുത്തി 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 പോയി 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 പിന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം ചാടി കയറി ഇരുന്ന് സൈക്കിൾ ചവിട്ടി പോകും. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച ആൾക്കാർക്ക് അറിയാം. സെയിം പ്രാക്ടീസ് ആണ് ഇതിനകത്ത് സംഭവിക്കുക. നിങ്ങൾക്ക് ദേഷ്യം ഒഴിവാക്കണം, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഒഴിവാക്കണം, ദുഃഖം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഈ പ്രാക്ടീസ്. ശരീരം പല ഹോർമോണും പുറപ്പെടുവിക്കും, പ്രതികരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. ഈഗോ നമ്മളെക്കാൾ മുന്നേ ചാടി ഇറങ്ങും. അടിക്കടാ എന്ന് ഉള്ളിന്ന് വിളിച്ചു പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ തെറി വിളിക്കടാ, ചീത്ത വിളിക്കടാ എന്ന് നമ്മളെക്കാൾ മുമ്പ് ചാടുന്നുണ്ടാവും. ആ നിമിഷം നിങ്ങൾ ഒരു ബുദ്ധിയും ഒരു ലോജിക്കും ഇല്ലാതെ, അവിടെയാണ് നമ്മൾ പൊട്ടനാവേണ്ടത്. ഒരു ബുദ്ധിയും ലോജിക്കും ഇല്ലാതെ അതിനെ ഒന്ന് നിരീക്ഷിക്കണം. എന്താണ് ഈ സാഹചര്യം? എന്താണ് അയാളുടെ ഈഗോ, മറുവശത്ത് നിൽക്കുന്ന ആളുടെ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ ഈഗോ എന്നെ എന്ത് ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്? അതെന്തുകൊണ്ടാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്, എന്നെ ദേഷ്യപ്പെടുത്തുന്നത്? ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ? ഇത് സത്യമാണോ? ആ രീതിയിൽ നിങ്ങൾ ഒരു നിരീക്ഷകനാകുമ്പോൾ മാത്രം വളരെ പെട്ടെന്ന് ഈ പറയുന്ന ഹോർമോണും